വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട്, ഏകദേശം നമ്മൾ ഈ ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ പോലും വന്നില്ല അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം ഞാൻ വഴിയേ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇൻട്രോയിൽ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി കാണും. ഞാനും ഇത്തവണ നോമ്പ് പിടിച്ചു. ഭയങ്കര സന്തോഷം. കാരണം ഇതിന് മുന്നേ ഞാൻ നോമ്പ് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല, ഇതെന്റെ സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആ ടൈമിലൊന്നും ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 4 വർഷം മുന്നേ ആണ് ഞാൻ ആ നോമ്പ് പിടിച്ചത്. അപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, എനിക്ക് എല്ലാ റിലീജിയനും ഭയങ്കര റെസ്പെക്റ്റ് ആണ്. എല്ലാ ഇപ്പം ഹിന്ദു ആയിരുന്നാലും മുസൽമാനായിരുന്നാലും ക്രിസ്ത്യൻ ആയിരുന്നാലും അവരുടെ ഫെസ്റ്റിവൽ ആയിരുന്നാലും അവരുടെ എന്താ പറയുക, അവരുടെ റൂൾസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ജാതി മതം അങ്ങനെ ഒന്നുമില്ല എനിക്ക്. എല്ലാത്തിനോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്തവണ എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയത് ദൈവത്തോട് നന്ദി പറയുന്നു. ഞാൻ കഴിഞ്ഞ നോമ്പിന് ഫസ്റ്റ് നോമ്പിന് ഇത്രയും എനിക്ക് പ്രശ്നങ്ങളില്ലായിരുന്നു. കാരണം ഈ ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ്. ഈ 28-29 നോമ്പോളം പിടിക്കുന്നവരുടെ സിറ്റുവേഷൻ ഞാൻ ആലോചിച്ചു. അപ്പോൾ എനിക്ക് ഒരു ദിവസം എടുത്തപ്പോഴത്തേക്ക് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഭയങ്കര എന്താ പറയാ, ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോമ്പ് പിടിക്കുമ്പോൾ. ഭയങ്കരമായിട്ട് ഞാൻ ഇമോഷണൽ ആവും. അത്ര എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലൊരു കാര്യമാണ് നോമ്പ്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് അടുത്ത നോമ്പിന് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഭയങ്കര പീസ്ഫുൾ ആണ് നമ്മൾ നോമ്പ് എടുക്കുമ്പോഴത്തേക്ക്. നമ്മൾ പല കാര്യങ്ങളും നിയന്ത്രിക്കും. അതെനിക്ക് ഈ ഒരു ഇത് മാത്രമല്ല, മുന്നത്തെ ആയിരുന്നാലും ഞാൻ ഭയങ്കര പീസ് ആയിരുന്നു ഈ ഒരു ടൈമിൽ. നമ്മൾ ആ നോമ്പ് പിടിക്കേണ്ട ഓരോ റൂൾസും കാര്യങ്ങളും ഉണ്ടല്ലോ. പിന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ, എസ്പെഷ്യലി എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവർ പറഞ്ഞ് മീൻസ് അവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് എനിക്ക് ഈ നോമ്പ് പിടിക്കാൻ പറ്റിയത്. മുന്നത്തെ നോമ്പിലും എന്നെ ഹെൽപ്പ് ചെയ്ത ഫാത്തിമ എന്ന് പറഞ്ഞ ഫ്രണ്ടാണ്. ഈ പ്രാവശ്യം ജസീമും സബിൻസെ എന്ന് പറഞ്ഞ ഫ്രണ്ട്സ്. അപ്പൊ അവർ രണ്ടാളുമാണ് എന്നെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തത്. അവരോട് ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു നോമ്പ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഒട്ടും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് മീൻസ് പെട്ടെന്ന് തീരുമാനിച്ച് നാളെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. കഴിഞ്ഞ ഇയറിൽ എൻ്റെ മുന്നേ ഞാൻ പ്ലാൻ ചെയ്തതാണ് ഈ വർഷം ഒരു നോമ്പ് പിടിക്കണമെന്ന്. അത് സാധിച്ചു. ദൈവത്തോട് നന്ദി പറയുന്നു. ഇനി എനിക്ക് എടുക്കാൻ സാധിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഞാൻ കൂടുതലായിട്ട് ലോങ് ആക്കുന്നില്ല. എന്തായാലും നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ 4 മണിയായപ്പോൾ ഞാൻ എണീറ്റു. എന്നിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മയുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ 4:17. പിന്നെ സമയമില്ല. 5:15 മുന്നേ ഫുഡ് കഴിക്കണമെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ തന്നെ കിച്ചണിൽ വന്ന് അപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ മുട്ടക്കറിയും പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ മുട്ട ചീത്തായി. പിന്നെ വേറെ ഒന്നും നോക്കില്ല. പെട്ടെന്ന് തന്നെ സവാളയൊക്കെ കൊത്തി ഏരിയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ കൈ മുറിഞ്ഞു. അത് കാര്യമാക്കാതെ തന്നെ ഞാൻ പെട്ടെന്ന് അരിഞ്ഞു കേട്ടോ. കാരണം അത് നോക്കിക്കൊണ്ടിരുന്നാൽ പിന്നെ സമയം പോവും. പിന്നെ പെട്ടെന്ന് അപ്പം ഉണ്ടാക്കി. ടൊമാറ്റോ കറിയാണ് ഉണ്ടാക്കിയത്, അതും ഉണ്ടാക്കി. പിന്നെ കുറച്ച് കട്ടൻ ചായ ഇട്ട് ജീരക വെള്ളം ഉണ്ടായിരുന്നു, ജീരക വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതെല്ലാം കൂടെ കഴിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ടൈം കഴിഞ്ഞിട്ടല്ലേ ഒരു 6:30 ആകുമ്പോഴാണ് നോമ്പ് മുറിക്കുന്നത്. അത്രയും സമയം നമ്മൾ ശീലമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് അത് നമുക്ക് പിടിച്ചു നിൽക്കേണ്ട. അതുകൊണ്ട് ഞാൻ മാക്സിമം വെള്ളമൊക്കെ കുടിച്ചു. ഒരു 5 ആയപ്പോഴത്തേക്കും ഞാൻ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ കിടന്ന് ഒരു 6 മണിയായപ്പോഴത്തേക്കാണ് ഉറങ്ങിയത്. പിന്നെ എണീറ്റത് ഒരു 10 മണിയായിട്ടോ. എന്നിട്ട് വീട്ടിലുള്ള ജോലികളെല്ലാം ചെയ്യുകയാണ്. അടിച്ചുവാരി, അതുപോലെ തന്നെ ഹാളിലുണ്ടായിരുന്ന ടേബിളെല്ലാം ക്ലീൻ ചെയ്തു. അങ്ങനെ പാത്രം കഴുകി, അങ്ങനെ കുറച്ച് പണികളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത്. കാരണം എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പകൽ ഉറങ്ങാൻ പാടില്ല, അധികം നമ്മൾ ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉറങ്ങിയില്ല. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ബെഡിൽ കിടന്നെങ്കിലും ഉറങ്ങിയില്ല. ഫോണിൽ കുറച്ച് നേരം നോക്കി അങ്ങനെയൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ ഫ്രണ്ട്സിൻ്റെ വിളിക്കുകയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ചെടിക്ക് ഞാൻ രാവിലെ വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. ചെടിക്ക് വെള്ളം ഒഴിച്ചു. പിന്നെ മുറ്റം അടിച്ചു വാരി. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് ഓർത്തത് ഞാൻ ടാങ്ക് കലക്കി വെച്ചില്ല എന്ന്. അത് പിന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ നോമ്പിന് വേണ്ടിയിട്ട് വലിയ ഐറ്റംസ് ഒന്നും കരുതിയിട്ടില്ലായിരുന്നു. ഫ്രൂട്ട്സ് ഐറ്റംസോ അങ്ങനെ ഒന്നും ഞാൻ കരുതിയിട്ടില്ല. കാരണം ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നോമ്പല്ലേ. അപ്പോൾ
അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങളൊന്നും ഞാൻ കരുതിയിട്ടില്ല. പിന്നെ എന്താ പറയുക, പെട്ടെന്നാണ് തീരുമാനം എടുത്തത് ഇലയപ്പം ഉണ്ടാക്കണമെന്ന്. ട്രിവാൻഡ്രത്ത് ഇലയപ്പം എന്നാണ് ഇതിനെ പറയുന്നത്, ഇലയട എന്നൊക്കെ പറയും. അപ്പോൾ ഈ വട്ടയില നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അത് പറിച്ചെടുത്ത് ഒരു 4-5 ഞാൻ ഉണ്ടാക്കിയുള്ളൂ. കാരണം ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ, പിന്നെ കസിൻസിൻ്റെ മക്കൾക്കും കൊടുത്തു. അല്ലാതെ ഞാൻ ഒരുപാട് ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇത് ആയിരുന്നു നമ്മളെ നോമ്പിൽ സ്പെഷ്യലായിട്ടുള്ളത്. പിന്നെ എല്ലാം വീട്ടിലുള്ള ഐറ്റംസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ അതെല്ലാം മടക്കി എല്ലാം വെച്ച ശേഷം അടുപ്പിൽ വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്. കുളിച്ച് വന്നപ്പോഴത്തേക്ക് ഇലയപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതെടുത്ത് തണുക്കാനായിട്ട് വെച്ച്, പിന്നെ നമ്മളെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാനെടുത്ത് ടേബിളിലെടുത്ത് വെച്ചായിരുന്നു കേട്ടോ. കപ്പയുണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് സ്നാക്ക് ഐറ്റംസും ഇലയപ്പവും പിന്നെ ജ്യൂസും ഉണ്ടായിരുന്നു. ഇതെല്ലാം എടുത്ത് വെച്ച ശേഷം 6:39 ആയപ്പോഴത്തേക്ക് ബാങ്ക് വിളിച്ചപ്പോൾ ഞാൻ വന്ന് കഴിക്കുകയാണ്. അങ്ങനെ എൻ്റെ നോമ്പ് തുറന്നു. ഭയങ്കര സന്തോഷത്തോടെ ഞാൻ നോമ്പ് മുറിക്കുകയാണ്. അപ്പോൾ എല്ലാ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ഈ നോമ്പും കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ